ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കിയാലോ? ഗോതമ്പ് റവ കൊണ്ടുള്ള കേസരിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ഗോതമ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വലിയ ഗോതമ്പ് റവയാണ്. നേരിയ ഗോതമ്പ് റവ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിലിട്ടാണ് ഈ ഗോതമ്പ് റവ നന്നായിട്ട് വറുത്തെടുക്കേണ്ടത്. ഇനി ഒരു സൈഡിൽ റവ വേവിക്കാൻ ആവശ്യമായ 3 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ റവ ഏകദേശം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം വെല്ലം നമുക്ക് ഉരുക്കിയെടുക്കണം. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ റവ ഇനി തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനി വേവിച്ചെടുക്കണം. ഈ സമയത്ത് വെല്ലമോ ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. നല്ലവണ്ണം വെന്ത് വന്നതിന് ശേഷം മാത്രമേ വെല്ലത്തിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവ കേസരിക്ക് നല്ല ഒരു ടേസ്റ്റും മണവുമൊക്കെ കിട്ടുന്നതാണ്. ഏകദേശം റവ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ വെല്ലത്തിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് വെല്ലത്തിൻ്റെ വെള്ളമായിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 4 കപ്പ് വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വീണ്ടും നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു. നെയ്യ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി വെള്ളമെല്ലാം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് റോസ്റ്റ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്വീറ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഓയിലൊക്കെ കുറച്ച് തെളിഞ്ഞ് വന്ന മാതിരിയായി. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് റവ കൊണ്ടുള്ള കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.